ഖുതുബ അറബി ഭാഷയിലാണോ അതോ അതത് നാടുകളിലെ ഭാഷയിലാണോ നിർവഹിക്കേണ്ടത്? ഖുതുബ കേവലം ഒരു പ്രസംഗമല്ല, അതൊരു ആരാധനാ കർമ്മം കൂടിയാണ്. ഖുർആനിലും ഹദീസിലും ഖുതുബയെ പരാമർശിച്ചത് ദിക്ർ എന്നാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എപ്രകാരമാണോ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതിയിട്ടാണ് ജുമുഅ നിസ്കരിച്ചത്. നമ്മളും ഖുതുബ ഓതിയിട്ട് തന്നെ ജുമുഅ നിസ്കരിക്കുന്നു. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ നബവി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വകാന യഖ്തുബു ബിൽ അറബിയ്യ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബി ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളും അപ്രകാരം ചെയ്യുന്നു. എന്നാൽ അത് അവിടുത്തെ ഭാഷ അറബി ആയതുകൊണ്ടല്ലേ എന്ന് പറയുന്നവരോട്, എന്റെ അനുചരന്മാർ നക്ഷത്രതുല്യരാണ്, അവരിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും സന്മാർഗം സിദ്ധിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച അവിടുത്തെ സ്വഹാബത്ത് ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക് പോയപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ പോലും അറബി ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചത്. അനറബി ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഖുതുബ അറബി ഭാഷയിൽ തന്നെയാണ് നിർവഹിക്കേണ്ടത്. അനറബി ഭാഷയിലേക്ക് ഖുതുബ നിർവഹിക്കാൻ തുടങ്ങിയത് തന്നെ കേവലം മുസ്തഫ കമാൽ എന്ന ആളുടെ കാലത്താണ് ആദ്യമായി തുർക്കി ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്നത്. ഖുതുബ കേവലം ഒരു പ്രസംഗം മാത്രമായിരുന്നുവെങ്കിൽ വുളൂഓ അതുപോലത്തെ മറ്റു ഇബാദത്ത് കർമ്മങ്ങളിൽ നിബന്ധന വെക്കുന്ന അനുബന്ധ കാര്യങ്ങളോ ഖുതുബക്ക് നിബന്ധനയായി വെക്കുമായിരുന്നില്ല. അള്ളാഹു മരണം വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.